السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, 4/10/2024 ഇന്നലി നഫ്സിക അലൈക ഹഖൻ എന്ന ശീർഷകത്തിൽ നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔഖാഫ് പ്രസിദ്ധീകരിച്ച ജുമാ ഖുതുബ. മനസ്സിന് സമാധാനമുണ്ടാകുക, ശരീരം എപ്പോഴും ആരോഗ്യമുള്ളതാകുക, അത് മനുഷ്യന് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. തിരുനബി പറഞ്ഞു, തീബുൻ നഫ്സി മിനൻ നിഅം, മനസ്സിന് സമാധാനമുണ്ടാകുക എന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മുടെ മതം നമ്മളോട് പറയുന്നുണ്ട്. ഹദീസിൽ കാണാം, അവിടെ നിന്ന് പറഞ്ഞു, വ ഇന്നലി നഫ്സിക അലൈക ഹഖൻ, നിശ്ചയം നിൻ്റെ ശരീരത്തിനോട് നിനക്ക് കടപ്പാടുകൾ ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ കരുതലുകളാണോ വേണ്ടത് എങ്കിൽ അതൊക്കെ നാം ശ്രദ്ധിക്കണം. മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും നാം മാറി നിൽക്കുകയും ചെയ്യണം. ഖുർആൻ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, നിശ്ചയം മനസ്സിനെ സംശുദ്ധമാക്കിയവൻ വിജയിച്ചവനായി. വഖദ് ഖാബ മൻ ദസ്സഹ, മനസ്സിനെ മലിനമാക്കിയവനോ പരാജയപ്പെട്ടവനും ആയി. നല്ല മനസ്സും ശരീരവും അത് എപ്പോഴും മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കും. നമുക്ക് എന്തൊക്കെയാണ് അതിനു വേണ്ടുന്ന കരുതലുകൾ? അള്ളാഹുവിനോട് നാം കൂടുതൽ അടുക്കുക, അവന് വഴിപ്പെടുക, അവൻ്റെ ദിക്ർ നമ്മുടെ മനസ്സിലും നാവിലും ഉണ്ടാകുക. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിച്ചവരോട് സമയമായാൽ പറയും, യാ ബിലാൽ അഖ്മിസ് സ്വലാ അരിഹ്നാ ബിഹാ, ഓ ബിലാൽ, ഇഖാമത്ത് കൊടുത്തേ, ആ ഇഖാമത്ത് കൊണ്ട് ഞങ്ങളെ ഒന്ന് നീ സന്തോഷിപ്പിച്ചേ. അവിടെ നിന്ന് പറയാറുണ്ട്, ജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് കുളിർമയാകൽ നിസ്കാരത്തിലാണ്, റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നപ്പോഴാണ്. അതുപോലെ തന്നെയാണ് റബ്ബിൻ്റെ ഖളാ ഖദറിൽ നാം വിശ്വസിക്കുക, അതിൽ സംതൃപ്തരാകുക, മനസ്സിന് സമാധാനം നൽകുന്നതാണത്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇദാ ഖളാ ഖളാഅൻ അഹബ്ബ അൻ യുർളാ ബി, അള്ളാഹു നമ്മളിൽ ഒരു കാര്യം വിധിച്ചാൽ അതുകൊണ്ട് നാം തൃപ്തിപ്പെടൽ അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു, എന്തെങ്കിലും വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു, അത് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കരുത്. പ്രയാസങ്ങൾ വരുമ്പോൾ ലോകം മുഴുവനും ഇരുണ്ടതായി നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടരുത്. നാം നിരാശനായി പോകരുത്. അവരെ അല്ലാഹു തആല പ്രത്യേകം ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്, വഇദാ മസ്സഹുശ്ശർറു ഫയഊസുൻ ഖനൂത്ത്, അവർക്ക് ഒരു വിഷമം എത്തിയാൽ അവർ വിഷണ്ണരാകും, നിരാശരായിത്തീരും. നീ അങ്ങനെ ഒരിക്കലും ആയിക്കൂടാ. അള്ളാഹുവിൻ്റെ വിധിയിൽ നല്ല വിശ്വാസം ഉള്ളവനാകണം. നീ എപ്പോഴും പറയണം, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു എന്നിൽ എന്തേ വിധിക്കുന്നുള്ളൂ അത് മാത്രമേ എന്നിൽ നടക്കുകയുള്ളൂ എന്ന്. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കരുത്. അത് ചിലപ്പോൾ നന്മയായി ഭവിക്കും. ഖുർആൻ പറഞ്ഞത്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അത് നന്മയായേക്കാം. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതാണ് എപ്പോഴും നാം ശുഭപ്രതീക്ഷയുള്ളവരാകുക, നാം പോസിറ്റീവ് ചിന്ത കൊണ്ടു നടക്കുക, നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നാം എടുത്തു കളയുക. നല്ലത് പ്രതീക്ഷിക്കുക, നല്ലത് വരും എന്ന് നാം കാത്തിരിക്കുക, നാം ചീത്തയെ പാടെ വെടിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പ്രദായം, യുഅ്ജിബുൽ ഫഅലുൽ ഹസൻ, നല്ലത് കാണുക, നല്ലത് കേൾക്കുക എന്നത് അവിടത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു.
അത് ശുഭകരമായി അവിടുന്ന് കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ മാത്രമേ പ്രതീക്ഷിക്കാവൂ. അള്ളാഹു എനിക്ക് നല്ലതേ തരൂ, എന്നിൽ നല്ലതേ വിധിക്കുകയുള്ളൂ എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെപ്പറ്റി എന്തു ഭാവിക്കുന്നുവോ ഞാൻ അതുപോലെ ആയിത്തീരും. നാം ഒരിക്കലും തിന്മ ചിന്തിക്കരുത്. എനിക്ക് അപകടം വരും എന്ന് പേടിച്ചു കൊണ്ടിരിക്കരുത്. രോഗിയാകുന്നതിൻ്റെ മുമ്പ് എനിക്ക് രോഗം വരുമോ എന്ന് ആലോചിക്കരുത്. ദാരിദ്ര്യം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് എനിക്ക് ദാരിദ്ര്യം വരുമോ എന്ന് നാം ടെൻഷൻ അടിക്കരുത്. അതൊക്കെ പിശാചിൻ്റെ ജൽപ്പനങ്ങളാണ്. അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖർ, പിശാച് ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞുപോയി എന്ന് വെക്കണം. ഇനി അതിൽ പേടിച്ച് ഭാവിയിലും എനിക്ക് അങ്ങനെ തന്നെ വരുമോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുമൊക്കെ പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നതാണ്. ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസി ദുഃഖിച്ചു കാണണം എന്നത് അവൻ്റെ ആഗ്രഹമാണ്. വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കണം, നാം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരോട് നാം ഒരിക്കലും തുലനം ചെയ്തു നോക്കരുത്. അവരൊക്കെ ഉയർന്നു പോയല്ലോ, ഞാൻ ഉയർച്ചയിലെത്തിയില്ലല്ലോ എന്ന ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു നൽകിയതിൽ സംതൃപ്തനായിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഒരാൾ വിജയിയായി, അവൻ മുസ്ലിമായി, അവന് അള്ളാഹു കഫാഫ് നൽകി, അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന വലിയ നല്ല മനസ്സ് അവർ കൊടുത്തു. അള്ളാഹു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നത് അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി അവൻ നടപ്പാക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനെല്ലാം അറിയാം, നിങ്ങൾക്കതൊന്നും അറിയുകയില്ല. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എപ്പോഴും നീ ആരോഗ്യം തരണമേ, നല്ലത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്യണമേ. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും മനസ്സിന് സമാധാനം ഉണ്ടാകണം. അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയുള്ള ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ മനസ്സിൻ്റെ സമാധാനവും. വീടുകൾ എപ്പോഴും സമാധാനത്തിൻ്റെ ഗേഹങ്ങളാകണം. ജോലിസ്ഥലത്തും വീടിൻ്റെ പുറത്തുമൊക്കെയുള്ള പ്രയാസങ്ങളുമായിട്ട് നാം ഒരിക്കലും വീട്ടിലേക്ക് കയറി ചെല്ലരുത്. അത് അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം, അവരുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. ഉപ്പ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉപ്പയുടെ ജോലിസ്ഥലത്തുള്ള പ്രയാസങ്ങളുടെ ഭാണ്ഡവും പേറിച്ചെന്ന് അത് തുറന്നു വെച്ച് അവരോട് അത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. പുഞ്ചിരിയോടുകൂടെ അവരിലേക്ക് കയറി ചെല്ലണം. അവരോട് സ്നേഹമിശ്രണമായി പെരുമാറണം. അവരോട് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടണം. فإن الله إذا أراد بأهل بيت خيرا أدخل عليهم الرفق. തിരുനബിയുടെ വചനമാണ്. അള്ളാഹു ഒരു കുടുംബത്തിന് നന്മ ഉദ്ദേശിച്ചാൽ അവരെല്ലാവരും അള്ളാഹു റിഫ്ഖ് അഥവാ സ്നേഹമിശ്രണമായ പെരുമാറ്റം അള്ളാഹു അവരിൽ ഇട്ടുകൊടുക്കും. നമ്മുടെ ഇടപെടലുകളൊക്കെ വളരെ കൃത്യതയോടുകൂടെ ആകണം. സഹനത്തോടുകൂടി അവരോട് പെരുമാറണം. നമ്മുടെ മനസ്സ് നമ്മുടെ കുടുംബത്തിൻ്റെ കണ്ണാടിയാണ്. നമ്മുടെ മനസ്സിൻ്റെ വേദനയും വിഷമവുമൊക്കെ നാം അവരിൽ പ്രകടിപ്പിച്ചാൽ അത് അവർക്ക് കൂടി വേദനയാകും. നാം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പെരുമാറുമ്പോഴോ അവരും അതിനനുസരിച്ച് സന്തോഷമുള്ളവരായിത്തീരും. അതവരുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിലൊക്കെ വലിയ ഫലം ചെയ്യുന്നതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹു ഖുർആനിലൂടെ അവരെ വിശേഷിപ്പിച്ചത് ഇന്ന ഇബ്രാഹിം അല അവ്വാഹുൻ ഹലീം. നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരും സഹന സ്വഭാവം ഉള്ളവനുമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അവരുടെ സന്താനങ്ങളിൽ കണ്ടത്.
ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സഹന സ്വഭാവമുള്ള ഒരു സന്താനത്തെ കൊണ്ട് നാം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു എന്ന്. നാം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എപ്പോഴും നാം അത് ശ്രദ്ധിക്കണം. വീട്ടിൽ ഭാര്യമാരോടും മക്കളോടുമൊക്കെ ആ നിലക്ക് നാം പെരുമാറുകയും ഇടപെടുകയും ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നീ ആരോഗ്യം തരണമേ, നിന്നെ ഓർത്ത് നിന്നെ ദിക്ർ ചൊല്ലുന്ന നാവിൻ്റെയും മനസ്സിൻ്റെയും ഉടമകളാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.